ഇന്നന്നേരം അതിഗംഭീരമായിട്ടുള്ളൊരു യാത്രയാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലൂടെയുള്ളൊരു യാത്ര. തേയിലത്തോട്ടങ്ങൾ കണ്ട് കൊല്ലത്തിൻ്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അമ്പനാട്ടേക്കാണ് യാത്ര. ഈ കൊല്ലം പുല്ലൂർ തൂക്കുപാലത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് നേരെ 13 കണ്ടറ പാലമൊക്കെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അമ്പനാട്ടേക്ക് പോകാം. എൻ്റെ പൊന്നോ, ഇതുവരെ അങ്ങ് എത്തിയില്ല. പക്ഷേ പോളി വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രകൃതി നൽകുന്ന സന്തോഷം. അങ്ങനെ പുല്ലൂരിൽ നിന്ന് സുനിലിനെ കിട്ടി. ആണോ, ഗംഭീര വൈബ് യാത്ര കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അമ്പനാട് വരുന്നത്. നമ്മൾ തെന്മലയും 13 കണ്ടറ പാലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഗംഭീര നല്ല ഈ നട്ടുച്ച സമയത്ത് നല്ല തണുപ്പുണ്ട്, ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട്. ഗംഭീര തണുപ്പണ്ട. അതായത് വരുന്ന വഴിക്ക് ഒരു നല്ല അരുവി കണ്ടു. അത് അമ്പനാടിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്ന അരുവിയാണ്. ഉച്ച സമയമാണ് ഞങ്ങൾ വരുന്ന സമയം. പക്ഷേ ആ സമയത്തും നല്ല ഗംഭീര തണുപ്പുണ്ട്. അങ്ങനെ ആ അരുവിയിലേക്ക് ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്താണ് നമുക്ക് 2 ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. ആൽമരത്തോട് ചേർന്ന ഒരു ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രം നെടുമ്പാറ, തൊട്ടപ്പുറം തന്നെ മാരിയമ്മൻ ക്ഷേത്രം നെടുമ്പാറയുണ്ട്. ഇത് അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു തമിഴ് കൾച്ചർ കുറച്ചൊക്കെ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴിലൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. വരുന്ന വഴിയെല്ലാം തന്നെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശങ്ങൾ, ഏറ്റവും ഭംഗിയോടുകൂടി കാണാൻ സാധിക്കുന്ന, കൊല്ലത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന പ്രദേശമാണിത്. തേയിലത്തോട്ടങ്ങളും ഗ്രാമ്പൂവും കോടമഞ്ഞുമൊക്കെയുള്ള പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പനാട് എത്തിയിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. എന്തുകൊണ്ട് ഇവിടെ കയറാൻ എങ്ങനെയാ? നമുക്ക് ബൈക്കിന് 100 രൂപ, കാറിന് 500 രൂപ. കാറിന് 500 രൂപ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൊത്തം ചുറ്റിക്കാണാൻ പറ്റും. അതായത് ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലേ? അതെ അതെ. എന്നാലും സഞ്ചാരി അവിടേക്ക് എത്തും. കാര്യം അത്രയും പ്രകൃതി ഭംഗിയുള്ള പ്രദേശമല്ലേ ഇവിടെ. തേയില ചെടിയെല്ലാം വെട്ടി റെഡിയാക്കി നിർത്തിയൊക്കെ കാണാം. ആനച്ചാടിയോ? അത് ആനയുള്ള സ്ഥലമാണോ? വന്നപ്പോഴേ നമ്മുടെ താഴെ വന്ന ചേട്ടന്മാരോട് സംസാരിക്കുമ്പോഴേ അവർ പറഞ്ഞത് അവർ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്, നല്ല കാറ്റ്, നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ വന്യമൃഗങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യ എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു തവണ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ആനയെ കണ്ട് കാട്ടുപോത്തിനെ കണ്ട് നമുക്കൊരു കൗതുക കാഴ്ചയാണ്. അപ്പം ആനച്ചാടിയിലേക്ക് പോകാം. ഇതാണ് നേരത്തെ പറഞ്ഞ ആനച്ചാടി. ആനച്ചാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അണ്ണാതുരണ്ണുണ്ട് കൂടെ. ഇവിടെ മൊത്തം തേയിലത്തോട്ടങ്ങളാണല്ലേ? പിന്നെ ആനച്ചാടി എന്ന് വരുമെന്നേ. ആന എപ്പോൾ വരും? ഞാൻ കണ്ടില്ലെന്നും. സന്ധ്യ വരും. സ്ഥിരം പ്രശ്നമാ? ഉണ്ടല്ലേ? അതായത് സ്ഥിരം ആന വരുന്ന പ്രദേശമായതുകൊണ്ടാണ് ഈ ആനച്ചാടി എന്നുള്ള പേര് വന്നത്. എല്ലാം ഉണ്ടല്ലേ? ഒപ്പം തന്നെ പ്രകൃതി ഭംഗിയുമുണ്ട്. അതാണ് ഈ അമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.